നല്ല ചുമന്ന് തുടുത്ത നല്ല എരിവും പുളിയുമൊക്കെ ഉള്ള ഒരു മീൻകറി നമുക്ക് ഉണ്ടാക്കിയാലോ. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു ദീപാസ് വേൾഡ്. നല്ല ഫ്രഷായ കട്ട്ല മീൻ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി ചേരുവകൾ എന്തൊക്കെയാണ് ഇതിന് വേണ്ടത് എന്ന് നമുക്ക് നോക്കിയാലോ. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, തക്കാളി, കറിവേപ്പില എല്ലാം നമുക്ക് അരിഞ്ഞു വയ്ക്കാം. ഇപ്പോൾ നമ്മളിതിന് വേണ്ട ചേരുവകളൊക്കെ അരിഞ്ഞ് വൃത്തിയാക്കി വച്ചിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് കണ്ടുല്ലോ അല്ലേ. അങ്ങനെ നമ്മുടെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നല്ല ശുദ്ധമായ മലബാർ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിക്കുന്നത്. മലബാർ വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ കടുക് പൊട്ടിക്കണം. അതിനുശേഷം ഉലുവയും പൊട്ടിക്കണം. കടുകും ഉലുവയും എല്ലാം പൊട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളി ചേർക്കാം. ചെറിയ ഉള്ളി ഇവിടെ ചേർത്തിട്ടുണ്ട്. ഈ ബാക്കി ചേരുവകൾ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, തക്കാളി ഇതെല്ലാം ചേർത്ത് നമുക്ക് നന്നായി ഇളക്കിയെടുക്കാം. നല്ല ഒരു മണം വരുന്നുണ്ട് കേട്ടോ. നല്ലൊരു സുഗന്ധം വരുന്നുണ്ട്. നാവിൽ വെള്ളം ഊറുന്നുണ്ട് ഇപ്പോഴേ തന്നെ. ആ വെളിച്ചെണ്ണ അത്ര ശുദ്ധമായ വെളിച്ചെണ്ണയാണ്. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മലബാർ വെളിച്ചെണ്ണയാണ്. തക്കാളി കൂടി അങ്ങിട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഇളക്കി കൊടുക്കുക.
എല്ലാ ചേരുവകളും ഒരു ഇളം ബ്രൗൺ നിറമാകുന്നത് വരെ കൊടുക്കുക. എന്നിട്ട് നമ്മുടെ മുളക് പൊടി, ഞാൻ അവിടെ ഒരു 2 സ്പൂൺ, വലിയ 2 സ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. മുളക് പൊടി അതിൻ്റെ കൂടെ ആ ചേരുവകളുടെ കൂടെ ഇട്ട് കഴിയുമ്പോൾ പ്രത്യേക മണമാണ്, പ്രത്യേക ഒരു അവസ്ഥയാണ് കേട്ടോ. 1 സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഇനി മഞ്ഞൾപ്പൊടിയും ചേർക്കണം. നാല് കഷ്ണം കുടംപുളി ഞാൻ ഇട്ട് കൊടുത്തിരുന്നു. അത് പറയാൻ വിട്ടുപോയതാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ കണ്ടു കാണും അല്ലേ? ഇപ്പോൾ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. രുചികരമായ മീൻകറി. കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം നല്ല എരിവും പുളിയും ഒക്കെ ഉള്ളതാണ്. കുറച്ച് കറിവേപ്പില കൂടി അതിൻ്റെ മുകളിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എല്ലാവർക്കും നന്ദി.